ഞായറാഴ്ചയായി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടാണേ. അതൊരു പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവമാണ് കേട്ടോ. വീട്ടിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണും കേട്ടോ. അമ്മ അതൊക്കെ ഉണ്ടാക്കും. ഞാനും അനിയനും അനിയത്തിയും കൂടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്യും. 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് നല്ല പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച നല്ല ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയും കുറച്ച് സർലാസൊക്കെ കൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു ഉച്ചയുറക്കം. അത് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്നാൽ കല്യാണം കഴിഞ്ഞതോടെ അതെല്ലാം അങ്ങ് മാറിയേ. ശരത്തേട്ടൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് രീതികളായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കൂടുതലും വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരുന്നു അവർ കഴിക്കുന്നത്. വല്ലപ്പോഴും കുറച്ച് മീൻ കറി വെച്ചാലായി. ചിക്കനൊക്കെ വാങ്ങിക്കുന്നത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ 1-ാം തീയതിയൊക്കെ ആയി. പിന്നെ ബീഫ് ഐറ്റംസ് ഒന്നും അവരാരും കഴിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ശരത്തേട്ടൻ്റെ വീട്ടിൽ. ചെന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കറികളൊക്കെ കഴിക്കാനായിട്ട് കൊതി തോന്നുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അമ്മ എനിക്ക് ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളായി, നമ്മളുടെ രീതികളായി. ഞാൻ എൻ്റെ അമ്മ എന്താണോ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെയൊക്കെ എൻ്റെ വീട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതിലേലും പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളിലൊക്കെ ഒരു വീടായി കഴിയുമ്പോൾ നമ്മളാണല്ലോ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഇപ്പം എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ ശരത്തേട്ടൻ. ശരത്തേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞായറാഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാനും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ശരത്തേട്ടൻ. ഇവിടെ ഇപ്പം മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് മന്തിയുടെ കിറ്റ് കിട്ടുമല്ലോ. കിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. മയോണൈസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. എൻ്റെ അമ്പാടി ഒരു തവണ പുറത്തുനിന്ന് മന്തി കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ പറഞ്ഞു അമ്മ വൈറ്റ് സോസ് ഉണ്ടാക്കി തരണോന്ന്. മയോണൈസിന് പറയുന്നതാണ് കേട്ടോ വൈറ്റ് സോസ് എന്ന്. എന്തായാലും അമ്പാടിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അമ്പാടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സാക്ട്ലി മന്തിയുടെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഞായറാഴ്ചകളൊക്കെ? ഇങ്ങനെ എല്ലാവരും ഇതുപോലെ ഞായറാഴ്ച കുറച്ച് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണോ? ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവരിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.